നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയത്തിനുള്ള എല്ലാ തന്ത്രങ്ങളും ഒരുക്കുകയാണ് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. നിയമം യാഥാർത്ഥ്യമായത് ബില്ല് പാസാക്കി 4 വർഷത്തിന് ശേഷമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജെയിൻ, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതാണ് നിർണായകമായ ഈ നിയമം. 2019 ഇത് സംബന്ധിച്ച ബില്ല് പാസാക്കിയത്. അന്നു മുതൽ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ നിയമത്തെ ശക്തിയുക്തം എതിർത്തിരുന്നു. 2019 വൻ പ്രതിഷേധങ്ങൾക്കിടയിലാണ് പാർലമെന്റ് നിയമം പാസാക്കിയത്. അന്നുണ്ടായ അക്രമങ്ങളിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു. BJP ഇതര സംസ്ഥാനങ്ങളും പ്രതിപക്ഷ കക്ഷികളും വലിയ എതിർപ്പാണ് നിയമം നടപ്പാക്കുന്നതിനെതിരെ ഉയർത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CAA നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ ആഴ്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായ നീക്കം ഉണ്ടായിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങളാണ് നിലവിൽ വന്നത്. കേരളം, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ എതിർപ്പുകൾ നിലനിൽക്കെയാണ് നിർണായക പ്രഖ്യാപനം. അസമിൽ വൻതോതിലുള്ള സുരക്ഷാ കവചം ഒരുക്കിയാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അവധിയിലുള്ള പോലീസുകാരെ ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു വിളിച്ചാണ് CAA പ്രഖ്യാപനം നടത്തിയത്. വ്യാപകമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് CAA പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ മമതാ ബാനർജി ഭീഷണി മുഴക്കി. 2019 പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇന്ന് വിജ്ഞാപനം ചെയ്തത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ 6 ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നടപടികളാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. പൗരത്വത്തിനുള്ള അപേക്ഷകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടൻ സ്വീകരിച്ചു തുടങ്ങും. 2019 ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത്. 2020 ജനുവരി 10 നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപവൽക്കരിക്കാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജെയിൻ, ബുദ്ധ, ക്രിസ്ത്യൻ, പാഴ്സി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് പാർലമെന്റ് പാസാക്കിയത്. 2014 ഡിസംബർ 39 മുൻപ് ഇന്ത്യയിൽ എത്തിയവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുന്നതെന്നാണ് നിയമത്തിൽ വ്യവസ്ഥ. CAA നടപ്പാക്കില്ലെന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത് മറികടക്കാനായി പൗരത്വത്തിനുള്ള നടപടിക്രമങ്ങളെല്ലാം ഓൺലൈൻ വഴിയാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇപ്പോഴുള്ള നീക്കം. ഇതിനായി പ്രത്യേക പോർട്ടൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർമ്മിച്ചു കഴിഞ്ഞു. പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം വ്യക്തമാക്കേണ്ടതുണ്ട്. അപേക്ഷകരിൽ നിന്ന് ഈ രേഖകളൊന്നും ആവശ്യപ്പെടില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. CAA നടപ്പാക്കുന്നതിനെതിരെ പ്രതിപക്ഷ സംഘടനകളും വിവിധ മുസ്ലിം സംഘടനകളും രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തിയിരുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വലിയ നിർണായക നീക്കമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചരണ വിഷയങ്ങളിൽ ഒന്നായി പൗരത്വ ഭേദഗതി നിയമം ഉയർത്തിക്കാട്ടാൻ കൂടി ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് CAA നടപ്പാക്കുമെന്നും ആർക്കും അക്കാര്യത്തിൽ സംശയം വേണ്ടെന്ന് നേരത്തെ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. ആരെയും രാജ്യത്ത് നിന്ന് പുറത്താക്കാനല്ലെന്നും രാജ്യത്ത് എത്തിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അർഹമായ പരിഗണന നൽകാനാണ് ഈ നിയമം നടപ്പാക്കിയതെന്നുമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതൊരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ളതാണെന്നുള്ള ആക്ഷേപമാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഉന്നയിക്കുന്നത്. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.